السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും പറഞ്ഞ് ഖന്തഖ് യുദ്ധവും പിന്നീട് സംഭവിച്ച വിശ്വപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഹുദൈബിയ സന്ധിയോടുകൂടെ രൂപപ്പെട്ട ഒരു സമാധാന അന്തരീക്ഷം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്കും വിശിഷ്യ കിസ്റ, കൈസർ തുടങ്ങി പേർഷ്യയുടെയും റോമിൻ്റെയും ഭരണാധികാരികൾക്ക് ഹബീബായ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. റോമൻ ചക്രവർത്തിമാർക്ക് സാധാരണ പറയുന്ന പേരാണ് കൈസർ എന്നും. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമന കാലത്ത് റോം ഭരിച്ചിരുന്നത് ഹിർഖൽ രാജാവ് അദ്ദേഹമായിരുന്നുവെന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യ സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി ചെന്ന ബഹുമാനപ്പെട്ട ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടി. ആ കത്തിനെ വളരെ പവിത്രതയോടുകൂടെ പരിഗണിക്കുകയും മക്കയിൽ ഉദയം ചെയ്ത പ്രവാചകരെ കുറിച്ച് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന്റെ യാഥാർത്ഥ്യമറിയാൻ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവരെ കച്ചവട ആവശ്യാർത്ഥം ഷാമിലെ പട്ടണത്തിലുള്ള അദ്ദേഹത്തെ രാജാവിന്റെ ഭടന്മാർ പിടികൂടുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തോട് രാജസന്നിധിയിലേക്ക് വരാൻ പറയുകയും തുടർന്ന് സംഭവിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതോടുകൂടെ ഹിർഖൽ രാജാവിന് ഇസ്ലാമിന്റെ സത്യസന്ദേശവുമായി വന്ന താൻ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തിൽ വരുമെന്ന് പ്രവചിച്ച പ്രവാചകരാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യം തന്റെ ജനതയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ എതിർപ്പും പ്രയാസവും കണ്ട് വിശ്വാസത്തിന്റെ ആ വഴിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അദ്ദേഹം മുത്തുനബിക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. ആ രീതിയിൽ
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തയച്ച മറ്റൊരു പ്രമുഖ ഭരണാധികാരിയാണ് കിസ്റ എന്ന് അറിയപ്പെടുന്ന പേർഷ്യ ഭരിച്ചിരുന്ന രാജാവ്. സാധാരണയിൽ പേർഷ്യ ഭരിക്കുന്ന രാജാക്കന്മാർക്കാണ് കിസ്റ എന്ന പേര് പറയാറ്. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആഗമനകാലത്ത് പേർഷ്യയുടെ ഭരണം അബ്രവൈസുബ്നു ഹുർമുസ് എന്ന് പറയുന്ന കിസ്റ രാജാവിന്റെ അടുക്കലായിരുന്നു. ഹിജ്റയുടെ 6-ാം വർഷം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തയക്കുകയും ആ കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ കിസ്റ അദീമി ഫാരിസ സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ വആമന ബില്ലാഹി വറസൂലിഹി അദ്ഊക ബിദിആയത്തില്ലാഹി ഫഇന്നി അന റസൂലുള്ളാഹി ഇലൻ നാസി കാഫ ലിഉൻദിറ മൻ കാന ഹയ്യൻ ويحق القول على الكافرين فأسلم تسلم فإن أبيت فإن إثم المجوس عليك എന്ന് ഹബീബായ തങ്ങൾ എഴുതിപ്പിക്കുകയും എന്തായിരുന്നു? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ ദൂതരാകുന്ന മുഹമ്മദ് നബി പേർഷ്യൻ രാജാവ് കിസ്റയ്ക്ക് എഴുതുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് സന്മാർഗം പിന്തുടർന്നവർക്ക് രക്ഷയുണ്ട്, ആ രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുകയും പിന്നീട് അള്ളാഹുവിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിശ്ചയം ഞാൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ അതിനുവേണ്ടി മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതരാകും. അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ വചനം അത് പുലരുന്നതാണ്. അതിനാൽ നിങ്ങൾ മുസ്ലിമാകൂ, രക്ഷപ്പെടാം. നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം മജൂസികളുടെ കുറ്റവും നിങ്ങൾക്കു ലഭിക്കുന്നതാണ്. ഈ കത്ത് വായിച്ച ഉടനെ കിസ്റ ആ കത്തെടുക്കുകയും ആ കത്തിനെ ബലിച്ച് കീറുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കിസ്റ രാജാവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത്, ആ കത്ത് പിച്ചി ചീന്തിയ കീറിയിട്ട വിവരമറിഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയാണ്, യുമസ്സഖു മുൽക്കുഹു, അയാളുടെ അധികാരവും പിച്ചി ചീന്തപ്പെടുന്നതാ. ഏതായാലും കിസ്റ ഇങ്ങനെ കത്ത് കിട്ടിയപ്പോ യമനിലെ ഗവർണറായിരുന്ന ബാദാൻ ആ ബാദാനിലേക്കൊരു കത്തെഴുതുകയാണ്. എന്താ കത്ത്? സുബ്ഹാന റബ്ബി, 2 മല്ലന്മാരെ പറഞ്ഞയച്ച് ഹിജാസിലെ ആ മനുഷ്യൻ ആരാ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ ഉദ്ദേശിക്കുന്നത്. അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. ഏതായാലും ബാദാൻ രാജാവിന് കത്ത് കിട്ടി. അയാളതാ 2 ആളുകളെ, വിശ്വസ്തരായ 2 ആളുകൾ, ബാബവൈഹി എന്ന പേരും അതുപോലെ തന്നെ ഖർഖറ എന്ന പേരുമുള്ള 2 ആളുകളെ പറഞ്ഞയക്കുകയും അവരാ കത്തുമായി പുറപ്പെട്ടു. ആദ്യമായിട്ട് അവരെത്തുന്നത് ത്വായിഫിന്റെ മണ്ണിലേക്കാണ്. ത്വായിഫിന്റെ മണ്ണിലെത്തിയപ്പോ അവിടെയുള്ള അവിശ്വാസികൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത് മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കുക. ത്വായിഫിലെ ആളുകൾക്ക് വലിയ സന്തോഷായി. അവര് പറഞ്ഞു, അതാ മുഹമ്മദ് നബിക്കെതിരെ കിസ്റ തിരിഞ്ഞിട്ടുണ്ട്, ഇനി അതാ അയാൾക്കത് മതിയാകും എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങളെ കിസ്റ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന രീതിയിലുള്ള വാക്കുകൾ അവര് പറയുകയും ആ ത്വായിഫുകാരുടെ നിർദ്ദേശമനുസരിച്ച് അവര് പറഞ്ഞത് കേട്ടുകൊണ്ട് ആ കത്തുമായിട്ട് ബാവൈകിയത ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് മദീനയിലെത്തിയ ശേഷം അങ്ങ് ചൊല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം അതാ പറയുകയാണ്. എന്താ പറയുന്നത്? നിശ്ചയം മഹാരാജാവായ കിസ്റ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ
ബാദാൻ രാജാവിനോട് അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ശേഷം പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. വരാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ മഹാരാജാവിനെ വിവരമറിയിക്കും. നിങ്ങൾക്കറിയാമല്ലോ കിസ്റ ആരാണെന്ന്. അദ്ദേഹം നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും നിങ്ങളുടെ നാടിനെയും നശിപ്പിച്ചു കളയും. ഈ രീതിയിലുള്ള ഭീഷണിയുടെ സ്വരങ്ങള് ആ വന്ന ബാബവൈഹി എന്ന് പറയുന്ന ആളിങ്ങനെ പറയുമ്പോ, അയാള് മീശ കെട്ടിയിൽ വളർത്തി താടി ഇങ്ങനെ ക്ലീൻ ഷേവാക്കിയിരുന്ന ആളാണ്. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ ഹബീബായ തങ്ങൾ കൂട്ടാക്കിയില്ല. ഹബീബായ തങ്ങൾ തല താഴ്ത്തി നിന്നു. ശേഷം അതാ ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങളോട് ആരാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞത്? അയാള് പറഞ്ഞു, ഞങ്ങളുടെ റബ്ബാണ്, അതായത് കിസ്റ രാജാവാണ്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാകിന്ന റബ്ബി അമറനി ബിഇഅഫാഇ ലിഹ്യതി വഖസ്സി ശാരിബി. പക്ഷേ എന്റെ റബ്ബ് എന്നോട് മീശ വെട്ടാനും താടി വളർത്താനുമാണ് കൽപ്പിച്ചത് എന്ന് ഹബീബായ തങ്ങൾ പറയുകയും അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോയി നാളെ ബരി എന്ന് പറയാണ്. ഏതായാലും ആ സമയത്ത് ഹബീബായ തങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. എന്താ? കിസ്റ രാജാവിനെ അദ്ദേഹത്തിന്റെ മകനാകുന്ന ഷീറവൈഹി എന്ന് പറയുന്ന ആള് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം മുത്തുനബിക്ക് രഹസ്യമായി കിട്ടുന്നുണ്ട്. ഏതായാലും അടുത്ത നാളിൽ ഇവര് വന്നപ്പോ അതാ ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനെ ഇന്നാലിന്ന രാത്രി ഇന്നാലിന്ന കാരണത്താൽ എന്റെ റബ്ബ് അതാ കൊന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ ഷീറവൈഹി തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്കറിയില്ലേ എന്നു മാത്രമല്ല, ഞങ്ങളുടെ മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങളും ഞങ്ങൾ രാജാവിനെ, അതായത് ഗവർണറാകുന്ന ബാദാനിനെ ഞങ്ങൾ എഴുതി അറിയിക്കണോ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ചെയ്യ്, നിങ്ങളങ്ങനെ അറിയിക്കൂ. കൂട്ടത്തിൽ ഇതും കൂടെ പറയണം. എന്താ? എന്റെ മതവും അധികാരവും കിസ്റയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താനിരിക്കുന്നുണ്ട്. ഒട്ടകങ്ങളും കുതിരകളും എത്തുന്നിടത്തെല്ലാം എന്റെ മതവും അധികാരവും എത്തുന്നതാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതിനാൽ നിങ്ങൾ മുസ്ലിമാവുന്ന പക്ഷം നിങ്ങളുടെ കീഴിലുള്ള രാജാധികാരം നിങ്ങൾക്ക് തന്നെ നൽകാം. നിങ്ങളുടെ പ്രജകൾക്കുമീതെ നിങ്ങൾക്ക് ഞാൻ അതാ സ്വാധീനമുണ്ടാക്കിത്തരാം. ശേഷം സ്വർണവും വെള്ളിയും കൊത്തിവെക്കപ്പെട്ട ഒരു അരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാബവൈഹിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഖർഖറ എന്ന് പറയുന്ന അയാൾക്ക് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പറയപ്പെട്ട ആ ഒരു അരപ്പെട്ട അത് ഹബീബായ തങ്ങൾക്ക് വേറെ ഏതോ ഒരു രാജാവ് സമ്മാനമായി നൽകിയതായിരുന്നു. ഏതായാലും അവര് രണ്ടാളുമാരും തിരിച്ച് ആരിലേക്ക്? ബാദാൻ രാജാവിന്റെ അടുക്കൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞു. ആ സമയത്ത് ഇത് ഒരു രാജാവിന്റെ സംസാരമല്ല. മലിക് ബാദാൻ പറയാണ്, വല്ലാഹി മാ ഹാദാ ബികലാമി മലികിൻ ഇന്നി ലഅറ റജുല നബിയ്യൻ കമാ യഖൂലു വലനൻളുറന്ന മാ ഖാൽ. ബാദാൻ രാജാവ് പറയാണ്, നിങ്ങൾ വന്ന് പറഞ്ഞ സംസാരം കേൾക്കുമ്പോ ഇതൊരു രാജാവിന്റെ സംസാരമല്ല, അദ്ദേഹം നബിയാണെന്ന് എന്റെ അഭിപ്രായം. ഏതായാലും അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്ന് നമുക്ക് കാത്തിരിക്കാം. സത്യമാണെങ്കിൽ അദ്ദേഹം നബിയും റസൂലുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കളവാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് കാണാം എന്ന് ആ വന്ന ജണ്ടാൾമാരോടും പറയാണ്. അധികം വൈകിയില്ല.
കിസ്റയുടെ മകനാകുന്ന ഷീറവൈഹിയുടെ കത്ത് ബാദാൻ രാജാവിന്റെ കൈകളിലേക്ക് എത്താണ്. ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: പേർഷ്യക്കാരിലെ പല പ്രമാണികളെയും അതുപോലെ തന്നെ അതാ പല ആളുകളെയും കൊന്നുകളയുകയും അതാ പല ആളുകളെയും തടവിലാക്കുകയും ചെയ്ത കാരണത്താൽ ഞാൻ കിസ്റയെ കൊന്നിരിക്കുന്നു എന്ന കത്താണ് വന്നത്. അതിനാൽ ഇനി മുതൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. ഷീറവൈഹിയുടെ കത്ത് കിട്ടിയതോടെ ബാദാൻ രാജാവ് പറഞ്ഞു, നിശ്ചയം ആ മനുഷ്യൻ ആര്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഗ്ഗെ പറയാണ്, ഇന്ന ഹാദർ റജുല ലറസൂലുള്ളാഹ്. ആ മനുഷ്യൻ അയാൾ അല്ലാഹുവിന്റെ റസൂല് തന്നെയാ. അങ്ങനെ അയാളും അയാളുടെ രായത്തുണ്ടായിരുന്ന യമനിലുണ്ടായിരുന്നവരെല്ലാം ഇസ്ലാം സ്വീകരിക്കുകയാ. അവിടെ കാണാം, ഇയാള് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞതാണ്. അതാ പറഞ്ഞതുപോലെ അയാൾ മുസ്ലിമായ ശേഷം യമനിലെ അധികാരം ബാദാൻ രാജാവിനെയും, ബാദാൻ രാജാവ് വഫാത്തായതിൽ പിന്നെ അദ്ദേഹത്തിന്റെ മകനാകുന്ന ആർക്ക് ഷഹ്റുബ്നു ബാദാൻ എന്നവരെയും ഏൽപ്പിച്ചു എന്ന് കാണാം. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കിസ്റയിലേക്ക് എഴുതിയ കത്താണ്. ആ കത്തിനെ വലിച്ചു ചീന്തിയപ്പോ, അതിനെ കീറിയിട്ടപ്പോ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറഞ്ഞില്ലേ, ഹബീബായ തങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അധികാരവും ഇതുപോലെ കീറപ്പെടുന്നതാ. അതല്ലേ ഇവിടെ നമ്മൾ കണ്ടത്. ഏതായാലും ആ രീതിയിൽ പല രാജാക്കന്മാരിലേക്കും പല നാട്ടുരാജ്യങ്ങളിലേക്കും ഹബീബായ തങ്ങളുടെ കത്ത് പോവുകയാണ്. അവരെല്ലാം പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ചിലരെങ്കിലും അതിനെ നിരസിക്കുകയാണ്. ആ രീതിയിൽ ഇസ്ലാമിന്റെ വ്യാപനം ജസീറത്തുൽ അറബിലും പരിസര പ്രദേശങ്ങളിലുമതാ വിജയിച്ച് വിജയിച്ച് മുന്നോട്ടു പോവുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളുകൾ കഴിയാണ്. മദീന നമുക്ക് പറയാനുള്ളതാണ്. ഹബീബായ തങ്ങൾ ജീവിക്കുന്ന നാടാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കുറച്ച് ക്ലാസുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളും മദീനായുടെ ഫളലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും അവിടുത്തെ ശരീരത്തെക്കുറിച്ച്, അവിടുത്തെ ചിരിയെക്കുറിച്ച്, അവിടുത്തെ ചിന്തയെക്കുറിച്ച്, അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്ന അതാ വിലപ്പെട്ട ഉപദേശങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് പറയണം. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കുറച്ച് ക്ലാസുകൾ അത്തരത്തിലുള്ള ക്ലാസുകളായിരിക്കും. പിന്നീട് നമുക്ക് സീറ തുടരാം. ഏതായാലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ മഹബ്ബത്ത് നമ്മുടെ എല്ലാം ഖൽബിൽ ജാസ്തിയാകേണ്ടതുണ്ട്. അങ്ങനെ ഖൽബിൽ ആ മഹബ്ബത്ത് ജാസ്തിയായാൽ മാത്രമേ ഈമാൻ പരിപൂർണമായി കിട്ടുകയുള്ളൂ. ഒരു രീതിയിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തില്ലാതെ ഈമാൻ പരിപൂർണമാകുമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. ആ മഹബ്ബത്ത് കിട്ടണമെങ്കിൽ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നല്ല രീതിയിൽ ഹൃദയത്തിൽ വേണം. ആ സ്നേഹത്തിന്റെ പ്രകടനമാ അവിടുത്തെ സുന്നത്തുകളെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ആക്കണം. സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോ നമ്മുടെ സംസാരമാണെങ്കിലും, നമ്മുടെ നോട്ടമാണെങ്കിലും, നമ്മുടെ കേൾവിയാണെങ്കിലും, നമ്മുടെ ഏത് വിഷയങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിലും ഹബീബായ തങ്ങൾ എന്തു ചെയ്തു എന്ന് നമ്മൾ നോക്കും. ഹബീബായ തങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചിന്തിക്കും. അങ്ങനെ വരുമ്പോ തപ്പിലേക്ക് പോകാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയൂല.
നമ്മുടെ തടി തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ആ രീതിയിൽ നമ്മുടെ ഖൽബിനെയും നമ്മുടെ ശരീരത്തിനെയും ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും ദിവസം അൽഹംദുലില്ലാഹ് ഹബീബായ തങ്ങളുടെ ചരിത്രമാ ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം ആ മുത്തുനബിയെ അറിഞ്ഞുകൊണ്ട് മാറാൻ ഒരാൾക്കെങ്കിലും സാധിച്ചാൽ അതുതന്നെ വലിയ സന്തോഷത്തിന്റെ വിഷയമാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഏതായാലും നമുക്ക് പറഞ്ഞു നിർത്താം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനേക്കാളേറെ സ്നേഹിച്ച സ്വഹാബത്ത്, മഹാന്മാരാകുന്ന മുൻഗാമികൾ, മഹതിമാരാകുന്ന സ്വഹാബി വനിതകൾ എല്ലാം നമുക്ക് പറയണം. ഹബീബായ തങ്ങളെ അറിയണം, അവിടുത്തോടുള്ള മഹബ്ബത്ത് ഖൽബിൽ കൂടണം. ആ മഹബ്ബത്ത് ജാസ്തിയായി, ആ മഹബ്ബത്തിലായി ഓരോ ദിവസവും കഴിഞ്ഞു കടക്കുമ്പോ ഹൃദയത്തിലേക്ക് നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ കിനാവിലേക്ക് ഹബീബായ തങ്ങൾ വരുമ്പോ ആ കാഴ്ചയൊന്നു കാണണം. മുത്തുനബിയെ ദർശിക്കണം, മദീന കാണണം. അല്ലാഹ് ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മണ്ണിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. മഹാന്മാരായ നിന്റെ ഔലിയാക്കള്, സ്വാലിഹീങ്ങള് സ്നേഹിച്ച മണ്ണാണ്. ബഹുമാനപ്പെട്ട ഇമാം റിഫായി തങ്ങളുടെ ചരിത്രത്തിൽ കാണില്ലേ, അവിടുന്ന് ജീവിക്കുന്ന ഇറാഖിന്റെ മണ്ണ്, ആ മണ്ണെടുത്ത് ആ മണ്ണിനെ ചുംബിച്ചുകൊണ്ട് പറയുന്ന വാക്ക് ഈ മണ്ണിനോട് പറയുന്നതാ. ഈ മണ്ണ്, ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ്, ഇങ്ങനെ മണ്ണുകൾ മാറി മാറി ഇത് മദീനായിലെ മണ്ണുമായി ബന്ധപ്പെട്ട മണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിൽ നിന്നും തന്റെ അതാ കാലിന്റെ താഴെ നിന്ന് കിട്ടുന്ന മണ്ണിനെ പിടിച്ച് ചുംബിച്ച് ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ചവരല്ലേ. നമ്മളെന്ത് ആളുകളാ, നമ്മളെന്ത് മഹബ്ബത്തിന്റെ ആളുകളാ. ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ, 1000 സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളെക്കാൾ അതപ്പതിച്ചവര് ഈ ലോകത്ത് വേറെയുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതൊരിക്കലും നഷ്ടമല്ല. മറിച്ച് കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബേജാറുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ സ്വലാത്ത് കാവലാണ്. സ്വലാത്ത് കൊണ്ട് സാധിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങളുടെ നാവിന് നീ ശക്തി നൽകണേ അല്ലാഹ്. ഹൃദയത്തിൽ നീ ഈമാൻ ജാസ്തിയാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. ഇന്നും ഞങ്ങളിൽ നിന്ന് സുഹൃത്ത് ബന്ധുക്കളിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവര് റബ്ബേ നീ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ ക്യാമ്പസിൽ പഠിച്ച മക്കള്, ആ മക്കളുടെ ഉമ്മ ബാപ്പ തുടങ്ങിയിട്ട് പലരും ഖബറിലുള്ളവരുണ്ട്. റഹ്മാനായ റബ്ബേ, നിലവിൽ പഠിക്കുന്ന ഗുൾവാടിയിലുള്ള മക്കളുടെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ബാപ്പാന്റെ മൂത്തോനെ അളവനായിട്ടുള്ള ആള് മരിച്ചു എന്ന വിവരം 3-ന്റെ അന്നാണെന്ന കാര്യം ഇവിടെ പറഞ്ഞു. റഹ്മാനെ, അവിടെ ഖബറിനെ സന്തോഷത്തിലാക്കടേ അല്ലാഹ്, നീ റാഹത്തിനെ കൊടുക്കടേ അല്ലാഹ്. ബേജാറ് ബുദ്ധിമുട്ടുകളെ നീക്കി സന്തോഷമുള്ള ഖബർ ജീവിതമാക്കടേ അല്ലാഹ്. ആ രീതിയിൽ റബ്ബേ, ഞങ്ങളും നാളെ മരിക്കും.
ഖബറിൽ കിടക്കും, യാതൊരു സംശയവും ഇല്ല. മരണം ഉറപ്പാണ്. മരിക്കുന്ന സമയം ഈമാനോടുകൂടെ റബ്ബേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه إن شاء الله ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അരുൾ ചെയ്ത പ്രധാനപ്പെട്ട പാഠങ്ങളും അവിടുത്തെ ശരീരത്തിൻ്റെ വർണ്ണനകളും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മുത്തുനബിയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇൻഷാ അല്ലാഹ് പരമാവധി നന്മയുടെ പ്രചാരകരാവുക. അള്ളാഹു ഖബൂലാക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈറിന്റെ നല്ല വഴിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.